കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. അന്തരിച്ച വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ സ്റ്റാഫ് അംഗങ്ങളുടെ പേരും പ്രിയങ്ക ഗാന്ധി MPയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം രതീഷ് കുമാർ, രാഹുൽ ഗാന്ധി MP ആയിരുന്നപ്പോൾ ഓഫീസ് സ്റ്റാഫിലുണ്ടായിരുന്ന മുജീബ് KA എന്നിവരുടെ പേരാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. IC ബാലകൃഷ്ണന് 7 ലക്ഷം കൊടുത്തത് രതീഷിനും മുജീബിനും അറിയാമെന്നാണ് കുറിപ്പിൽ പറയുന്നത്. അന്ന് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫ് അംഗമായിരുന്ന മുജീബ് MP ഓഫീസിൽ ഗാന്ധി ചിത്രം തകർത്ത കേസിലെ പ്രതി കൂടിയാണ്. വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് ആണ്. അതായത് പ്രിയങ്ക ഗാന്ധിയുടെ നിലവിൽ പേഴ്സണൽ സ്റ്റാഫിലുള്ള രതീഷ് കുമാർ, രാഹുൽ ഗാന്ധി MP ആയിരുന്നപ്പോൾ ഓഫീസ് സ്റ്റാഫിലുണ്ടായിരുന്ന മുജീബ് KA, അവർ രണ്ടുപേരുടെയും പേരുകൾ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ. അതിൽ പറയുന്നത് ഈ IC ബാലകൃഷ്ണന് 7 ലക്ഷം രൂപ നൽകിയത് ഇവർ രണ്ടുപേർക്കും അറിയാമായിരുന്നു എന്നാണ്. എങ്ങനെ അറിയാം എന്നാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ NM വിജയൻ എഴുതിയിരിക്കുന്നത്? മനു, ഇക്കാര്യങ്ങൾ പറയുമ്പോൾ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന ചില കാര്യങ്ങൾ പശ്ചാത്തലമായി പരിശോധിക്കേണ്ടി വരും. ഈ കത്തിൽ പറയുന്നത് IC ബാലകൃഷ്ണൻ പറഞ്ഞ് നൂൽപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ പ്രസിഡന്റായ ശ്രീ മധു സെബാസ്റ്റ്യൻ നിയമനത്തിന് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുന്നതിനും DCCയുടെ പ്രവർത്തന ആവശ്യത്തിനുമായി 7 ലക്ഷം രൂപ ബത്തേരി അർബൻ ബാങ്കിലെ നിയമനത്തിനായി നെന്മേനി പഞ്ചായത്തിലെ UK പ്രവീൺ, അദ്ദേഹം കോൺഗ്രസിന്റെ പ്രാദേശിക മെമ്പറാണ്, നെന്മേനി പഞ്ചായത്ത് മുൻ പഞ്ചായത്ത് മെമ്പറാണ്, മുഖേന വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പണം തിരിച്ചു നൽകാൻ വേണ്ടിയുള്ള സമ്മർദ്ദം വന്ന സമയത്ത് IC ഈ തുക, അതായത് ഈ തുക തിരിച്ചു നൽകുന്നതിന് വേണ്ടി ഒരു സമ്മർദ്ദം വന്ന സമയത്ത് അന്ന് ഈ NGO അസോസിയേഷന്റെ ആളുകളായിരുന്ന, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്ന ഈ രതീഷിന്റെയും മുജീബിന്റെയും സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ബത്തേരി അർബൻ ബാങ്കിൽ നിന്ന് പണം എടുത്ത് കൂടി ഇതിൽ കൃത്യമായി തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ NGO അസോസിയേഷൻ ഭാരവാഹികളായ രതീഷ്, മുജീബ് എന്നിവർക്കറിയാം. ബത്തേരി അർബൻ ബാങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് രണ്ടുപേരും കൂടി ലോൺ എടുത്തിട്ടാണ് ആദ്യം ICക്ക് പണം കൊടുത്തത്. അത് 10 വർഷം കഴിഞ്ഞിട്ടും തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് UK പ്രേമൻ മുഖേന വാങ്ങിച്ചു കൊടുത്തത് എന്നതാണ് സത്യം. ഇതുവരെ ഞാൻ ഇക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. MLAക്ക് ഇതിൽ പങ്കുണ്ട് എന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. MLA DCC പ്രസിഡന്റ് ആയപ്പോൾ ഇലക്ഷൻ മത്സര സമയത്ത് ബിജു തൊടുവെട്ടി IC ബാലകൃഷ്ണന്റെ വീട്ടിൽ ബഹളം വെച്ചപ്പോഴാണ് അത് തൽക്കാലം രതീഷ്, മുജീബ് എന്നിവരെ കൊണ്ട് ലോൺ എടുപ്പിച്ച് പ്രശ്നം ശാന്തമാക്കിയത്. അതായത് ഈ കേസിൽ പരാമർശിച്ച പരാതിക്കാരൻ ബിജു തൊടുവെട്ടിയാണ്. ബിജു തൊടുവെട്ടി നമ്മോട് ഈ കാര്യം നേരത്തെ തന്നെ കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തിയതാണ്. തനിക്ക് ഇവർ പണം തരാനുണ്ടായിരുന്നു. IC ബാലകൃഷ്ണന്റെ വീട്ടിൽ ചെന്ന് നിരന്തരം ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് ഈ പണം തനിക്ക് തിരികെ ലഭിച്ചത്, 7 ലക്ഷം രൂപ തിരികെ ലഭിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തലിന് പിന്നിലെ സംഭവങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ. രതീഷ്, മുജീബ് എന്നിവരുടെ സാലറി സർട്ടിഫിക്കറ്റ് ബത്തേരി അർബൻ ബാങ്കിൽ പണയം വെച്ചാണ്, അല്ലെങ്കിൽ ഈട് വെച്ചാണ് അന്ന് ബിജു തൊടുവെട്ടിക്ക് NM വിജയൻ പണം വാങ്ങി നൽകിയത്. ഇതാണ് ഈ കേസിന് ഈ സംഭവത്തിന് ആസ്പദമായ സംഭവം. ഇതിൽ പരാമർശിക്കുന്ന രതീഷ്, മുജീബ് എന്നിവരാണ് ഈ രാഹുൽ ഗാന്ധി MPയുടെ അദ്ദേഹം MP ആയിരുന്നപ്പോൾ മുതൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി MP ആയിരുന്നത് വരെയുള്ള കാലയളവിൽ ഈ MP ഓഫീസിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധി MPയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ് ഈ കത്തിൽ പരാമർശിക്കുന്ന രതീഷ് കുമാർ. ഈ മറ്റൊരാൾ ഈ മുജീബാണ്. മുജീബ് MP എന്ന് പറയുന്ന ആൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ആ സമയത്ത് ഓഫീസിൽ നിരന്തരം ബന്ധമുണ്ടായിരുന്ന ആളാണ്. മുജീബ് MP നമുക്കറിയാം, ഈ രാഹുൽ ഗാന്ധി MPയുടെ ഓഫീസിൽ വലിയ പ്രതിഷേധമുണ്ടായ ഒരു സാഹചര്യത്തിൽ, SFI പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിൽ അവിടെ ഒരു ഗാന്ധി ചിത്രം ആസൂത്രിതമായി തകർക്കപ്പെടുന്ന സംഭവം ഉണ്ടായി. ആ തകർക്കപ്പെട്ട സംഭവം ആദ്യം SFI പ്രവർത്തകരുടെ മേലായിരുന്നു ആരോപിച്ചിരുന്നത്. എന്നാൽ അത് പിന്നീട് തെളിഞ്ഞു അത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അത് തകർത്തത്, ഗാന്ധി ചിത്രം താഴെയിട്ട് തകർത്തത് എന്നുള്ളത്. അത് പിന്നീട് അന്വേഷണവും മറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമാണ്. ഏതായാലും ആ കേസിലെ പ്രതിയാണ് ഈ മുജീബ് MP. ഞാൻ ഓർക്കുകയായിരുന്നു അനൂപ്, ഈ IC ബാലകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്ത MLA എത്രമാത്രം കള്ളമാണ് നമ്മളടക്കമുള്ള പൊതുസമൂഹത്തിൽ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. നോക്കൂ, അപ്പോൾ ഇവരുടെയൊക്കെ സാലറി സർട്ടിഫിക്കറ്റ് പണയം വച്ച് ലോൺ എടുത്ത് പണം കൊടുത്തത് കാര്യമടക്കം IC ബാലകൃഷ്ണനൊക്കെ അറിയാമായിരുന്നു. IC ബാലകൃഷ്ണന് വേണ്ടിയിട്ടാണ് ആ 7 ലക്ഷം രൂപ വാങ്ങിക്കൊടുത്തത്. എത്രമാത്രം കള്ളമാണ് അവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
ഇതിൽ ആദ്യം മുതൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം നിഷേധിച്ചയാളാണ് ഐ.സി. ബാലകൃഷ്ണൻ MLA. എന്നാൽ പിന്നീട് വന്ന വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം താമരച്ചാലിൽ ഐസക് എന്നയാളുടെ പരാതി തന്നെ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ ബത്തേരി ഡിവൈഎസ്പിക്ക് നേരിട്ട് ലഭിക്കുകയുണ്ടായി. അതെല്ലാം പറയുന്നത് ഐ.സി. ബാലകൃഷ്ണന്റെ പ്രത്യക്ഷത്തിലുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യക്ഷത്തിലുള്ള പങ്കാണ്. ഏറ്റവും ഒടുവിൽ ഈ ആത്മഹത്യാക്കുറിപ്പിലെ ഓരോ സംഭവങ്ങളും അല്ലെങ്കിൽ അതിൽ ഓരോ വരികളും പരിശോധിക്കുമ്പോൾ ഈ വിധത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിൽ ഒരു അനധികൃതമായ ഒരു നിയമന ഇടപാടിന്, കോഴ ഇടപാടിന്, പണം ഇടപാടിന് ഒരു പ്രധാനപ്പെട്ട MP-യുടെ ഓഫീസിലെ സ്റ്റാഫും ഇത്തരത്തിൽ ചില ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് പിന്നിൽ എല്ലാം അറിഞ്ഞ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലും ഐ.സി. ബാലകൃഷ്ണന്റെ പേര് വിവിധയിടങ്ങളിൽ പരാമർശിക്കുന്നു. ഇതെല്ലാം വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് മനു. MLA പിന്നെ ഗുരുതരമാണോ അനൂപ്? ഗുരുതരമെന്നല്ല പറയണ്ട, അതിഗുരുതരമെന്ന് പറയണം. കാരണം ഇവരുടെ സാലറി സർട്ടിഫിക്കറ്റ് ഈട് വെച്ച് പണം എടുത്തെങ്കിലും അത് അടയ്ക്കേണ്ട ചുമതല ഉത്തരവാദിത്തം ഈ മരണപ്പെട്ടു പോയ NM വിജയന് തന്നെയായിരുന്നല്ലോ. അതെ. അദ്ദേഹത്തിന്റെ ആ സാമ്പത്തിക സ്ഥിതിയിൽ അദ്ദേഹത്തിന് മറ്റു വഴികളില്ലായിരുന്നു. ഇത് MLA ഐ.സി. ബാലകൃഷ്ണനോട് ഈ പണം തിരികെ നൽകാൻ വേണ്ടി നിരന്തരം ആവശ്യപ്പെട്ടു. UK പ്രേമൻ മുഖേന നിയമന ഇടപാടിന് വേണ്ടി വാങ്ങിച്ച പണം നിരവധി തവണ അദ്ദേഹം തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടു. അതിൽ ഒരു അനുകൂലമായ തീരുമാനവും ഐ.സി. ബാലകൃഷ്ണന് ഭാഗത്തുനിന്നുണ്ടായില്ലെന്ന് മാത്രമല്ല അദ്ദേഹം NM വിജയനെ ഈ കാലത്തെല്ലാം തീർത്തും അവഗണിച്ചാണ് മുന്നോട്ട് പോയത്. എന്തെങ്കിലും ചെയ്യൂ എന്നുള്ള രീതിയിലെല്ലാം പരാമർശങ്ങൾ ഉണ്ടായെന്നെല്ലാം നാം മറ്റുള്ള ചില ആളുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നു. ഏതായാലും ആ സമയത്ത് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പെട്ടെന്ന് ഈ ബിജു തൊടുവെട്ടി എന്ന് പറയുന്ന ആൾ നിരന്തരം ബഹളമുണ്ടാക്കിയിരുന്നു. MLA-യുടെ ഓഫീസിൽ ചെന്ന് നിരന്തരം ബഹളമുണ്ടാക്കുകയാണ് ചെയ്തത്.